എൻ്റെ ചാനലിൽ ഇത്രയും കാലമായിട്ട് റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് റെസ്പോൺസസ്, അതിപ്പം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള, എന്നാൽ എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയ കുറേ പേരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും സാൻഡ്ര ചേച്ചീനൊക്കെ എടുത്തു പറയണം. അപ്പം അവർക്ക് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു എൻ്റെ ഹെൽത്തി ഓട്സ് റെസിപ്പി. ഓട്സിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ കൺസ്യൂം ചെയ്യാം. ഒന്ന്, നമുക്ക് പോസ്റ്റ് പാർട്ടം കഴിഞ്ഞിട്ടുള്ളവർ, പ്രഗ്നൻസിയും ഡെലിവറിയും കഴിഞ്ഞിട്ടുള്ളവർ എടുക്കേണ്ട ഓട്സ്, അത് എങ്ങനത്തെ ഓട്സ് ആണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് പാർട്ടം ഓട്സ് വെയിറ്റ് ലോസ് റെസിപ്പി എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത് കിട്ടും. അതിനകത്ത് യൂസ് ചെയ്യുന്ന മിൽക്കും അതിൻ്റെ ഒരു രീതികൾ, പ്രിപ്പറേഷനൊക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം ഞാൻ ഹെൽത്തി ഓട്സ് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തത് നോർമൽ റെഗുലർ ഓട്സ് കൊണ്ടാണ്. വീട്ടിനകത്ത് തന്നെ ഷുഗർ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി, ആ ഒരു ഓട്സ് സ്മൂതി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സിൻ്റെ പോസ്റ്റ് പാർട്ടം ഓട്സ് വേർഷൻ, അതും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പുതിയ വേർഷനാണ്. ഈ വേർഷനാണ് ഞാൻ കഴിഞ്ഞ ഒരു 2 months ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞാനിത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ഗോതമ്പ് ദോശ അല്ലെങ്കിൽ നോർമൽ ദോശ അല്ലെങ്കിൽ പുട്ട്, ഗോതമ്പ് പുട്ട് പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതില്ലാത്ത ദിവസം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്ത് നമുക്ക് ബോറടിക്കും. അപ്പം ഇന്നിപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിൽ നാളെ വേറെ ഒന്ന്, മറ്റന്നാൾ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒട്ടും നമ്മൾ പശുവും പാൽ ഉപയോഗിക്കാതെ, ഷുഗർ ഉപയോഗിക്കാതെ, ഒരു രീതിയിലുള്ള ടേസ്റ്റ് വരുത്തുന്ന സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ ടേസ്റ്റി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫൈബർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ള ഓട്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു മെയിൻ കോണ്ടന്റ് ആണിത്. So this is what I've been following at home and it has really helped me. കാരണം നമ്മളൊരു 7:30 മണിക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്ന് വെച്ചാൽ, ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിക്കില്ല, 1 മണി വരെ, അറ്റ്ലീസ്റ്റ് ഒരു 2 മണി വരെയെങ്കിലും എനിക്ക് ഒട്ടും വിശക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മഞ്ച് ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അത് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. ചിലപ്പോൾ നിങ്ങൾ ലഞ്ച് വരെ സ്കിപ്പ് ചെയ്തെന്നിരിക്കും. അതൊരു ഹെൽത്തി കാര്യമല്ല, പക്ഷേ ലഞ്ച് വളരെ ലൈറ്റ് ആക്കാൻ തോന്നും നമ്മൾ. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ലിംഗ് ആയിരിക്കും നമ്മുടെ സ്റ്റമക്കിൽ നമ്മൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇത് റോൾഡ് ഓട്സ്, നോർമൽ ഓട്സ് ഒന്നും അല്ല, ഇത് സ്റ്റീൽ കട്ട് ഓട്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഓട്സിനെക്കാട്ടും ഒരുപാട് ന്യൂട്രിയൻസ് കൂടുതലാണ് സ്റ്റീൽ കട്ട് ഓട്സിന്. അതേപോലെ തന്നെ ലോ കാലറിയാണ്. ഇപ്പം നമ്മൾ നോർമൽ വൈറ്റ് ഓട്സ് എടുക്കുമ്പോഴത്തേക്കും കാലറീസിൻ്റെ ഇത് കുറച്ച് കൂടുതലായിരിക്കും. ഇതാകുമ്പം പക്ഷേ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് ഓട്സും നോർമൽ ഓട്സൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് വേവുന്നൊരു ടൈപ്പാണ്. ഇതങ്ങനെ പെട്ടെന്ന് വേവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ ആണ് ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. പോസ്റ്റ് പാർട്ടമിലും ഞാൻ ഉപയോഗിച്ചതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് ബോളിനകത്തോട്ട് ഇടും. എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എനിക്ക് മാത്രമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് ചിയ സീഡ്സ് ആണ്. ഓക്കെ, ചിയ സീഡ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ സ്മൂതിയിലും ഒക്കെ നമുക്ക് ബോൾസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഈവൻ നോർമൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കൂടിയും നമുക്ക് സോക്ക് ചിയ സീഡ്സ് അതിൻ്റെ മേലെ കൂടെ ഇട്ടാൽ ഇറ്റ്സ് ലിറ്ററലി ഗോയിങ് ടു ബി ലൈക്ക് എ ക്വിക്ക് ഡെസേർട്ട് ദാറ്റ് വി മെയ്ഡ് അറ്റ് ഹോം. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് സേവിയർ കേട്ടോ നമുക്ക് ചിയ സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പെട്ടെന്ന് ഈ ഒരുപാട് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, കൊളസ്ട്രോൾ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ശരിക്കും ഇതിനകത്തുള്ള ചിയ സീഡ്സും ഈ സ്റ്റീൽ കട്ട് ഓട്സും അതേപോലെ തന്നെ ഒരുപാട് ഹാർട്ട് ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വളരെ നല്ലൊരു സോഴ്സ് ഓഫ് ഇൻടേക്കാണിത്. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ട് ഫ്ലാക്സ് സീഡ്സ് ആണ്. നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ചണവിത്ത് എന്ന് നമ്മൾ പറയും. അപ്പം ഇത് നമ്മൾ മിക്സ്ഡ് സീഡ്സും ഫ്ലാക്സ് സീഡ്സും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. ഇത് ഇത്തിരി പോരെ ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. എനിക്ക് കൂടുതലും ഇതാണ് എപ്പോഴും ഇഷ്ടം. സൺഫ്ലവർ സീഡ്സ് വല്ലപ്പോഴും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. സോ ഇതൊരു ഹൈ ഫൈബർ യെറ്റ് വെരി വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് വന്നിട്ട് ഫ്രൂട്ട്സ് ആണ്. ഇപ്പം നമുക്ക് ഒട്ടും സ്വീറ്റ് ഇല്ലാതെ നമുക്കിത് കൺസ്യൂം ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതും 2-3 ദിവസം നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അയ്യോ എന്ന് തോന്നും. പക്ഷേ ഈ ഫ്രൂട്ട്സ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം അങ്ങ് മാറിക്കിട്ടും. എന്നാൽ പെട്ടെന്ന് അന്ന് മടുക്കില്ല. ഓക്കെ, അപ്പം ഇച്ചിരി പോലെ സ്വീറ്റ് വേണ്ടുന്നവർക്കായാലും
ഇത് തന്നെ ധാരാളം മതി. ഞാൻ ഇതിനകത്ത് ഒരു സ്ട്രോബെറി പിന്നെ ഒരു കുറച്ച് ബ്ലൂബെറീസ് ആർ വെരി ഗുഡ് ഫോർ യുവർ ഡയറ്റ്. നമ്മൾ ഡെയിലി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇപ്പം ഒരു മാങ്ങയും ബ്ലൂബെറിയും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചക്കയും ബ്ലൂബെറിയും വെച്ച് കഴിഞ്ഞാൽ every time I would say pick blueberries. It's very good for your health, for your blood, for everything. വേറെയുള്ള എക്സ്ട്രാ കാലറി ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് മാക്സിമം കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നിർത്തത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അതൊക്കെ ഫ്രൂട്ട്സും ഒക്കെ ഷുഗർ കണ്ടൻറ്റ് ഉള്ളതാണ്, പക്ഷെ അതും വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം മാങ്ങ ഇടണം അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാം, പക്ഷെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടാൻ പറ്റും. കാരണം നമ്മൾ പേർപ്പസ് ഇതാക്കരുത്. ഇപ്പം നിങ്ങളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു തരം ഡിസീസ് ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ ലെവൽസൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പം ഏർലി ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ ലെവൽസൊക്കെ 30s എല്ലാവർക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫുഡാണിത്. പിന്നെ വരുന്നത് ആൽമണ്ട് മിൽക്കാണ്. ഞാൻ ഇതിൽ പശുവും പാൽ അല്ല യൂസ് ചെയ്യുന്നത്, ആൽമണ്ട് മിൽക്കാണ്. ആൽമണ്ട് മിൽക്ക് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൺസ്യൂം ചെയ്യുന്നത്, ഓർ ഓട്ട് മിൽക്ക്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇറ്റ്സ് അഗൈൻ ലോ കാലറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്വീറ്റൻഡ് അല്ല, ഇതിനകത്ത് സ്വീറ്റൻഡ് അല്ലാത്ത വേർഷൻ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പശുവും പാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ അതിൻ്റെ ഒരു 1/4 ഗ്ലാസിൻ്റെ എഫക്റ്റ് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് മിൽക്കിന് സോയ മിൽക്കായാലും ആൽമണ്ട് മിൽക്കായാലും ഓട്സ് മിൽക്കിലൊക്കെ ഉള്ളൂ. സോ ഇപ്പം ജിം ട്രെയിനേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുക എപ്പോഴും നിങ്ങൾ അങ്ങനത്തെ മിൽക്ക് യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. ഇപ്പം ചായയിലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഞാനത് ചായ ഒന്നും കുടിക്കുന്നില്ല ഇപ്പം, അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ ഫോർ മീ. സോ കുറച്ച് ആൽമണ്ട് മിൽക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇടും. അപ്പോൾ നമ്മൾ അത്ര തന്നെ സംഭവം കവർ ചെയ്യുന്നത്ര ക്വാണ്ടിറ്റിയിലെ ആൽമണ്ട് മിൽക്ക് എടുക്കുന്ന ഒരുപാട് കൂടുതൽ ആൽമണ്ട് മിൽക്കും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചിയ സീഡ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മിൽക്കിനെ കുറച്ചങ്ങ് സക്ക് ചെയ്ത് കളയും. അപ്പോൾ നാളെ രാവിലെ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും അതിനൊരു വളരെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, ലിറ്ററലി ഒരു പുഡിംഗ് കഴിക്കുന്ന പോലെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് അത്ര തിക്ക് വേണ്ട, കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം, ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല. ഇറ്റ് വിൽ ബി റിയലി യമ്മി. ഓക്കെ. പിന്നെയുള്ള ഫ്രൂട്ട്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഫിഗ് ആണ്. എനിക്ക് ഫിഗ് വളരെ 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 ഇഷ്ടമുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പോൾ ഫിഗ് യൂഷ്വലി കുറച്ച് ഹാർഡാണ്, കാരണം നമ്മൾ ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറ്. പക്ഷേ അത് നമ്മൾ ഓവർനൈറ്റ് ഓട്സിൽ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് യമ്മി ആയിരിക്കും അത്. പിന്നെ സ്ട്രോബെറീസ് ആൻഡ് ബ്ലൂബെറീസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ്. എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ ബനാന ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ലോ കാലറി പ്രിഫറൻസിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് ഹൗ ഐ ഫോളോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ രാത്രിയത്തെ ഒരു ഓവർനൈറ്റ് ഓട്സിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ. അപ്പം ഇപ്പം തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് ഓൾറെഡി കുറച്ച് തിക്കാവാൻ തുടങ്ങി എന്നുള്ളത്. ഇതിലും തിക്കാവും നമ്മൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും. സോ ഇപ്പം എനിക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഒരു ഫൈനൽ ഫോം എന്താണെന്നുള്ളത്. ആ സമയത്താണ്, അതായത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ്, നാളെ രാവിലെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ ആൽമണ്ട്സും റേസിൻസും ഇടുന്നത്. റേസിൻസൊക്കെ വളരെ നല്ല സോഴ്സാണ് ഡൈജഷന്. അതുപോലെ അത് എം ടി സ്റ്റൊമക്കിൽ കഴിച്ചാൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ മിക്സ് ചെയ്യണമെന്നെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാം. പിന്നെ ആൽമണ്ട്സ് എന്ന് പറയുന്നത് എത്ര ഗുണങ്ങളുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഇത് കംപ്ലീറ്റ്ലി ന്യൂട്രിയൻസ്, വിറ്റമിൻ ഇ ആൻഡ് ഡി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഓട്സ് റെസിപ്പി ഈസ് റെഡി. പിന്നെ കുറച്ചും കൂടി സ്വീറ്റ് വേണം തോന്നുന്നവർക്ക് ഓഫ് കോഴ്സ് ഒരു സ്പൂൺ ഹണിയൊക്കെ ഇടാം, നോ ഹാം. പക്ഷേ ഐ വുഡൻ സജസ്റ്റ് ദാറ്റ്, ബിക്കോസ് നിങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു സ്വീറ്റിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ബ്ലൂബെറീസ്, ഫിഗ് ആൻഡ് സ്ട്രോബെറി will do the job for you. Okay. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ നാളത്തെ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രാവിലെയായി ഞാൻ എൻ്റെ ഓട്സ് പുറത്തെടുക്കുകയാണ്. ഇത് ഈ ഫോമിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് പ്രോട്ടീൻ പൗഡർ ഇടാൻ പോവാണ്, കാരണം എൻ്റെ വർക്കൗട്ടിന് അത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്ലേവേർഡ്
അധികം സ്വീറ്റ് ഒന്നും ഇല്ലാത്ത പ്യുവർ പ്രോട്ടീൻ പൗഡർ പല ഹെൽത്തി ഫ്ലേവേഴ്സിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഇട്ടപ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്യാവുമ്പോൾ ഞാൻ വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം, ചൂടുവെള്ളം. പക്ഷെ ഞാൻ കുറച്ചും കൂടി മിൽക്ക് ഇടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പ്രോട്ടീൻ പൗഡർ ഇടുമ്പോൾ. അതിനകത്തൊരു ചോക്ലേറ്റ് ട്വിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ബദാമും റേസിൻസും ഇട്ടു ആൻഡ് ready. So this is my breakfast.